ജനയിഷ്യതി. എന്തൊക്കെ ഉണ്ടാവും? വൈരാഗ്യവും ഉണ്ടാവും, ജ്ഞാനം. അപ്പം ഈ 3 വാക്കുകൾ ഇവിടെ പരിചയപ്പെടുത്തി തരികയാണ്. 1 ഭക്തി, 2 ജ്ഞാനം, 3 വൈരാഗ്യം. എന്നാൽ പിന്നെ ജീവിതം ധന്യമാക്കാം, സംപ്രസന്നമാക്കാം. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉറപ്പിക്കാനുള്ള കഴിവ്. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമബുദ്ധിയോടുകൂടിയിട്ട് ജീവിക്കാനുള്ള കഴിവ്. ഇതാണ് വേണ്ടത്. ഈ 3 കഴിവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതിലുണ്ടല്ലോ, ഇത് നമുക്ക് നല്ലോണം അറിയാം. ഏത്? ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ്. വാസ്തവത്തിൽ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് നമ്മളെ അലട്ടുന്നത്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളെ സ്വന്തം പ്രാക്ടിക്കലി നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ചെറിയ കുട്ടി, അവൻ എന്തോ ചോക്ലേറ്റ് എന്തോ കിട്ടണമെന്ന് പറഞ്ഞ് കരയണു. ആരോ തലേ ദിവസം എന്തോ ചോക്ലേറ്റ് കൊണ്ടുവന്നു. രാവിലെ ആ കുട്ടിക്ക് അത് ഓർമ്മ വന്നു. അമ്മേ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് അലറുന്നത്. അപ്പം തലേ ദിവസം തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം. ഉടനെ നിങ്ങൾ ബുദ്ധിയുള്ള അമ്മയാണെങ്കിൽ എന്താ ചെയ്യുക? എന്താ ബുദ്ധിയുള്ള അമ്മ എന്ന് പറയാൻ കാരണം? ബുദ്ധിയില്ലാത്തവരാണ് 2 പെട പഠിച്ചിട്ടുണ്ടാവും. ബുദ്ധിയുള്ള അമ്മയാണെങ്കിൽ എന്താ ചെയ്യുക? ആ കുട്ടിയെ മറ്റെന്തിലേക്കും ശ്രദ്ധ തിരിക്കും. എന്നിട്ട് കുട്ട അപ്പൂ നോക്കൂ, ആരാ നോക്കൂ, ആ അങ്കിൾ വരുന്നത് നോക്കൂ, കുട്ടൻ കണ്ടിട്ടുണ്ടോ, ആരാ നോക്കൂ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മനസ്സ് അതിലേക്ക് ശ്രദ്ധ തിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണത് മനസ്സിലായത്? ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് സ്വയം അറിയാം, കുട്ടി വേദനിക്കുന്നതിന് കാരണം അല്ലെങ്കിൽ ദുഃഖിക്കുന്നതിന് കാരണം അവൻ ഒരു കാര്യത്തിൽ തന്നെ പിടിവാശി വെച്ചിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. ഇനി അവൻ്റെ മനസ്സിനെ അതിൽ നിന്നും ശ്രദ്ധ അകറ്റണം. എന്നിട്ടോ അതിൽ തന്നെ മറ്റൊന്നിലേക്ക് ശ്രദ്ധ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ മറ്റേ കാര്യം മറക്കും. അപ്പം അവൻ്റെ ദുഃഖവും പോയി. ഇതല്ലേ ശരി? ഇപ്പം ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, ഏത് പ്രശ്നങ്ങൾക്കും ഉടനടിയുള്ള പരിഹാരം എന്താണ്? ശ്രദ്ധ തിരിക്കില്ല. നമുക്ക് നല്ല കഴിവുണ്ടത്, എല്ലാവർക്കും ഉള്ള കഴിവാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ നമുക്ക് തിരിക്കാൻ പറ്റണം. അതിനെന്ത് വേണം? ഈ പ്രശ്നത്തിൽ നിന്നും മനസ്സങ്ങോട്ട് ഫ്രീ ആവണമെങ്കിൽ, മറ്റൊരു ദിക്കിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിക്കണമെങ്കിൽ അതിനോട് നല്ലൊരു പ്രേമം വേണം. അതുകൊണ്ടായിരിക്കാം ഭാഗവതം പറയുന്നത്, ഭഗവാനോട് പ്രേമമുള്ളവർക്കേ എന്ത് പറ്റുള്ളൂ? ഒരു പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലേ? പൂന്താനത്തിനൊക്കെ അങ്ങനെയല്ലേ സാധിച്ചത്? ഉണ്ണി മരിച്ചു കിടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്ന് പറയാൻ സാധിച്ചത് ആ ഭഗവാനോടുള്ളൊരു പ്രേമമാണ്. അതുകൊണ്ടായിരിക്കാം ഭാഗവതം പറയുന്നത്, ഏത് പ്രശ്നത്തിനും പരിഹാരം ഭഗവാനിലുള്ള പ്രേമമാണ്. ഭഗവാനിലുള്ള പ്രേമം കൊണ്ട് ശ്രദ്ധ തിരിക്കാൻ പറ്റും, ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ വാസ്തവത്തിൽ തളരുന്നതൊക്കെ മനസ്സിൻ്റെ ശ്രദ്ധ ഒരനുഭവത്തിൽ നിന്നും തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അനുഭവങ്ങളല്ല തളർത്തുന്നത്, നാം അനുഭവങ്ങളിൽ കുരുങ്ങിപ്പോയിട്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് മനസ്സിലാക്കൂ, ധർമ്മസ്യാഹി അപവർഗസ്യ നാർത്ഥാർത്ഥായോപകൽപതേ ന അർത്ഥസ്യ ധർമ്മേകാന്തസ്യ കാമോ ലാഭായി സ്മൃത. നമ്മൾ ഇത്രയും കാലം ധർമ്മം അനുഷ്ഠിച്ചപ്പോൾ എന്ത് പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 2 വിധത്തിലാണ് നമ്മൾ തളരുന്നത്. ഒന്ന് കുറ്റബോധം കൊണ്ടും ഒന്ന് നഷ്ടബോധം കൊണ്ടും. ഇങ്ങനെ തളരുള്ളൂ. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും, അയ്യോ പറയേണ്ടിയില്ലായിരുന്നു, ചെയ്യേണ്ടിയില്ലായിരുന്നു. കുറ്റബോധം. നാം കൊടുത്തത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ചത് നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം നമുക്ക് നഷ്ടബോധം. ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവർ സ്നേഹിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇത് നഷ്ടപ്പെട്ടുവല്ലോ, അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കും. ഈ കുറ്റബോധവും നഷ്ടബോധവും നമ്മൾ ഇത്രയും കാലം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കാരണം നമ്മൾ അനുഷ്ഠിച്ചിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് പ്രതീക്ഷകളുടെ, പ്രത്യാശകളുടെ, സ്വപ്നങ്ങളുടെ ധർമ്മങ്ങളാണ്. നമ്മൾ പഠിക്കാതെ പോയത്, പ്രകൃതിയിൽ എന്ത് സംഭവിച്ചാലും, പ്രകൃതിയിൽ നിന്ന് എന്ത് കിട്ടിയാലും നമ്മുടെ മനസ്സിനെ തളർത്താതിരിക്കണമെങ്കിൽ ശ്രദ്ധ ആരിലേക്ക് തിരിക്കണം? ഭഗവാനിലേക്ക്. അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്തെ പരിശീലിച്ചിരുന്നുവെങ്കിൽ, നമ്മളെ പരിശീലിപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തളരില്ലായിരുന്നു.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശീലിക്കേണ്ടിയിരുന്നത് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ച് ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ മനസ്സ് പറയണം, എന്തു വന്നാലും ഇത് ഭഗവാന്റെ ഒരു പ്രസാദമാണ്. വാസ്തവത്തിൽ ഭഗവാന്റെ പ്രസാദമല്ല. വരുന്ന അനുഭവങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? വരുന്ന അനുഭവങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഭഗവാനാണോ? നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങൾ തന്നെയാണ്. രാമായണത്തിൽ ഈ രംഗം വരുന്നുണ്ട്. രാമായണത്തിൽ ദശരഥ മഹാരാജാവ് തളരുന്നു. കൈകേയി വരം ചോദിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ദുഷ്ടേ, നീജേ, ഭയങ്കരി എന്നൊക്കെ വിളിക്കുന്ന രാജാവ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും ഒക്കെ പോയതിന് ശേഷമാണ് കൈകേയിയുടെ മുന്നിൽ സത്യം തുറന്നു പറയുന്നത്. ദേവി, ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കെല്ലാം കാരണം പണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കർമ്മമാണ്. ഒരു മഹർഷി പുത്രനെ അമ്പെയ്ത് കൊന്ന ആ സത്യം വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം രാമൻ ലക്ഷ്മണനൊക്കെ പോയല്ലോ, അവര് ഗുഹന്റെ അടുത്ത് കിടക്കുകയാണ്. ഗുഹന്റെ അവിടെ കിടക്കുമ്പോൾ അന്ന് രാത്രി ഗുഹനും ലക്ഷ്മണനും കാവല് നിൽക്കുന്നു ശ്രീരാമസ്വാമിക്ക്. ദർഭപ്പുല്ലൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത്, അതിലാണ് കിടക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഗുഹന്റെ നെഞ്ചടറി. എത്രയോ കേമനായിരിക്കുന്ന, ഈശ്വരതുല്യനായിരിക്കുന്ന പട്ടുമെത്തയിൽ കിടക്കേണ്ട രാമൻ വെറും നിലത്ത് കിടക്കണമല്ലോ. കണ്ണീർ തൂകിക്കൊണ്ട് പറഞ്ഞു, ഈ രാമന്റെ ദുഃഖത്തിന് കാരണം മന്ദരാബുദ്ധിമാസ്തായ കൈകേയി രാമസ്യ ദുഃഖസ്യ കാരണം അല്ലേ ചോദിക്കുകയാണ്. ഉടനെ ലക്ഷ്മണൻ പറയുന്ന മറുപടി എന്താ അറിയോ? മന്ദരയുടെ ബുദ്ധി ആശ്രയിച്ചിട്ട് കൈകേയിയല്ലേ രാമന്റെ ദുഃഖത്തിന് കാരണം എന്ന് ഗുഹൻ ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ ഉത്തരം പറയുന്നത് സപൂർവാർജിത കർമ്മൈവ. ആരാ ദുഃഖം നിശ്ചയിക്കുന്നത്? ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളാണ്. അപ്പം എനിക്കൊരു ദുഃഖം ഒരാൾ തരുന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ഫലമാണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം ഫലമുണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കർമ്മം വേണം. ഒരു റിയാക്ഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിലൊരു ആക്ഷൻ ഉണ്ടാവണം. ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുന്നില്ലേ നമ്മൾ? അതാണ് നമുക്കൊക്കെ പറ്റുന്നൊരു വീഴ്ച. രാമായണത്തിൽ മനോഹരമായിട്ടുള്ള രംഗങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട്. ശ്രീരാമസ്വാമി മാനിൻ്റെ പിന്നാലെ പോവും, അമ്പെയ്യുമല്ലോ. അമ്പെയ്യുന്ന സമയത്ത് മാരീചൻ ഉറക്കം വിളിച്ചറിയും, ആ ലക്ഷ്മണ, സീതയെ എന്നൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയും. അപ്പോഴാണ് സീത ലക്ഷ്മണനോട് പോവാൻ പറയുന്നത്. ലക്ഷ്മണൻ പറയും, ദേവി എന്നെ ഇവിടെ ദേവിയുടെ സംരക്ഷണത്തിന് വേണ്ടി വെച്ചാണ്, ഞാൻ പോകുന്നില്ല. പിന്നെ സീതാദേവി പറയുന്ന വാക്കുകളൊക്കെ അറിയാലോ. ലക്ഷ്മണൻ മനസ്സാ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് സീത പറയുന്നത്. നിന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കണു, നീ ഭരതന് സഹായം ചെയ്യാൻ വേണ്ടി വന്നതാണ്. രാമൻ പോയിട്ട് വേണം നിനക്ക് എന്നിലേക്ക് കണ്ണുവയ്ക്കാൻ, അത് നിന്റെ മനസ്സിൽ കിടന്നാൽ മതി ലക്ഷ്മണ, മോഹം എന്നൊക്കെ ദേവി വേണ്ടാത്ത രീതിയിൽ വർത്തമാനം പറയാൻ തുടങ്ങിയതും ലക്ഷ്മണൻ സ്ഥലം വിട്ടു. ലക്ഷ്മണന് മനസ്സിലായി അവിടെ നിൽക്കാൻ പാടില്ല. ആ സമയത്ത് ലക്ഷ്മണൻ ഒരു രേഖ വരച്ചു നോക്കിയാണ്. പക്ഷെ രാമായണത്തിലില്ല കേട്ടോ അത്. ഏത് ലക്ഷ്മണരേഖ? ഏതായാലും ലക്ഷ്മണൻ പോയി. പിന്നെ സീത പോയി. സീത രാവണൻ കൊണ്ടുപോയ കഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവണവധം കഴിഞ്ഞ് സീതയെ വീണ്ടെടുക്കുന്ന രംഗമുണ്ട്. രാവണവധം കഴിഞ്ഞ് ശ്രീരാമസ്വാമി സീതയെ കാണാൻ പോവുകയില്ല. വിഭീഷണന് നിർദ്ദേശം കൊടുക്കുകയാണ്, കുളിച്ച് പട്ടുവസ്ത്രം ധരിച്ചിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉത്തരവാണ്. സീത വന്നു ചേർന്നപ്പോൾ പറയുന്ന വാക്കുകൾ എന്താണെന്നറിയോ? 10 ദിക്കിലും എനിക്ക് നിന്നെ കൊണ്ട് ഇനി ആവശ്യമില്ല. നിനക്ക് വേണമെങ്കിൽ വിഭീഷണൻ്റെ കൂടെ പോവാം, വേണമെങ്കിൽ സുഗ്രീവൻ്റെ കൂടെ പോവാം. 1 വർഷക്കാലം രാവണൻ്റെ അടുത്തിരുന്ന നിന്നെ, രാവണൻ മടിയിൽ ബലാത്കാരേണ വെച്ചുകൊണ്ടുപോയ നിന്റെ ആ സൗന്ദര്യത്തെ പൊറുക്കാൻ രാവണന് സാധിക്കുമോ സീതേ? എൻ്റെ കണ്ണിന് നീ ഇന്ന് കുത്തുന്ന വേദനയാണ്. സീതയുടെ ചാരിത്ര്യം പരസ്യമായി ശ്രീരാമസ്വാമി ചോദ്യം ചെയ്യുമ്പോൾ സീത തകർന്നില്ല, സീത പതറിയില്ല. സീതയ്ക്ക് മനസ്സിലായി, ഞാൻ ലക്ഷ്മണന് കൊടുത്ത വേദന വേറൊരാളിലൂടെ, വേറൊരു സന്ദർഭത്തിൽ, വേറൊരു കാലഘട്ടത്തിൽ എനിക്ക് തിരിച്ചു വരണം. ഞാൻ എറിഞ്ഞ പന്ത്, ഞാൻ എറിഞ്ഞ കല്ല്, അത് എൻ്റെ നേരെ തന്നെ തിരിച്ചു തരണം. ഇതാണ് കർമ്മത്തിൻ്റെ സ്വഭാവം. അപ്പം നമ്മളൊക്കെ ഓരോന്ന് അനുഭവിക്കുന്നതിൻ്റെ പിന്നിലും നാം എവിടെയോ ചെയ്തു കൂട്ടിയൊരു കർമ്മമുണ്ട്. അതിപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതിന് കാരണം
നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ചെയ്യുന്ന മനസ്സ് അന്നും ഇന്നും ഒന്നാണ്. ശരീരങ്ങൾക്ക് വ്യത്യാസമുണ്ട് അല്ലേ? കുട്ടിക്കാലത്ത് ചെയ്തിരിക്കുന്ന അനുഭവിക്കുന്നത്, കുറച്ച് പ്രായമായി അനുഭവിക്കുന്നത് അതേ ശരീരം കൊണ്ടാണോ അനുഭവിക്കുന്നത്? ആണോ? അല്ല. അപ്പം നമുക്ക് ഇത്തിരി വിവേകം വേണം. എന്താ വിവേകം? നാം അനുഭവിക്കുന്ന അനുഭവങ്ങൾക്കൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എങ്ങനെയാ അത് കാണുക? അതെങ്ങനെയാ സ്വീകരിക്കുക? അവിടെയാണ് നമുക്ക് വിവേകം വേണ്ടത്. ഇത് ഭഗവാന്റെ പ്രസാദമാണ്, ഇത് ഭഗവാന്റെ നിശ്ചയമാണ്. അങ്ങനെയൊക്കെ അങ്ങോട്ട് സ്വീകരിക്കാൻ തുടങ്ങിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ പ്രശ്നത്തിൻ്റെ ഭാരം നമ്മുടെ മനസ്സിൽ നിന്നും ഇല്ലാതെയാവും. അല്ലെങ്കിൽ എന്തുണ്ടാവും? നിങ്ങളൊരാളെ കുറ്റം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അയാളോടുള്ള വിദ്വേഷവും കൂടി, മനസ്സിൻ്റെ ഭാരവും കൂടി നമ്മളെ ഒന്നുകൂടി തളർത്തല്ലേ ചെയ്യുന്നത്? ആണോ അല്ലയോ? ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാലോ, അതാണ് എനിക്ക് ഭഗവാൻ നിശ്ചയിച്ചത്, ഞാനതിനെ ഭഗവത് പ്രസാദമായി സ്വീകരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്തെ പഠിച്ചിരുന്നുവെങ്കിൽ നമ്മളൊന്നും മാനസികമായി ഒരിക്കലും തളരില്ല. ഇതൊരു ഭാഗം. ഇതിനെ പറയും സമർപ്പണത്തോടുകൂടി സ്വീകരിക്കുക. ഇനി നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പം ഇത് തന്നെയാണല്ലോ ഇവിടെയും വേണ്ടത്. ഫലം നിശ്ചയിക്കുന്നത് മുഴുവൻ എൻ്റെ കർമ്മമാണെങ്കിൽ ഞാൻ എത്ര ഉത്കൃഷ്ടമായി എൻ്റെ കർമ്മം ചെയ്യുന്നു അത്രയായിരിക്കും അതിൻ്റെ ഫലവും. അപ്പം ഞാൻ നല്ല രീതിയിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഫലവും കിട്ടുന്നത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. ആണോ അല്ലയോ? അപ്പം നമുക്ക് കർമ്മം ചെയ്യാനും മടിയുണ്ടാവില്ല, ഫലത്തെ സ്വീകരിക്കാനും മടിയുണ്ടാവില്ല. അപ്പം കർമ്മം ചെയ്യുന്ന സമയത്ത് ശരീരമാണല്ലോ കർമ്മം ചെയ്യേണ്ടത്. ഈ ശരീരമാണെങ്കിലോ മനസ്സുണർന്നാലേ ശരീരം ഉണരുള്ളൂ. മനസ്സിനെ ഉണർത്തണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം വേണമെന്നുണ്ടെങ്കിൽ ഈ ശരീരം എന്ന് പറയുന്നത് ആ ചൈതന്യത്തിൻ്റെ ശരീരം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ, ഈ ശരീരം ആരുടെ ദാസനാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാന്റെ ദാസനാണ്. അപ്പം ദാസനാണെങ്കിൽ ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം എനിക്ക് നല്ല രീതിയിൽ കിട്ടും. അതുകൊണ്ട് രണ്ട് ബുദ്ധി നമുക്ക് എപ്പോഴും വേണം. ഒന്ന് സമർപ്പണത്തിൻ്റെ ബുദ്ധിയും, രണ്ട് ദാസബുദ്ധിയും. ഒന്ന് സമർപ്പണത്തിൻ്റെ ബുദ്ധിയും ദാസന്റെ ബുദ്ധിയും. ശരീരം ദാസനും മനസ്സ് ഭഗവാനിലേക്ക് സമർപ്പിക്കാനുള്ളതും. ഈ ഒരു വ്യക്തത, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റായിട്ട് പറഞ്ഞു തരികയാണേ. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ സ്വാമി ഞങ്ങൾക്കൊക്കെ കയറി എന്നുള്ളത് തലയിലേക്ക്. ഇനി കഥകൾ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ 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 മനസ്സിലാവും. അപ്രകാരം സമർപ്പണത്തോടുകൂടി ആ ദാസഭാവത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി കാമസ്യനേന്ദ്രിയ പ്രീതി ലാഭോ ജീവേദ്യാവത ജീവസ്യ തത്വജിജ്ഞാസാം നാർത്തോ യസ്യേഹ കർമ്മഭി. ഇന്ദ്രിയപ്രീതി കൊണ്ട്, കാമം കൊണ്ട് ഇന്ദ്രിയപ്രീതി വരുത്താൻ സാധ്യമല്ല. ഇന്നേ വരെ ഒരാൾക്കും ഒരു ഇന്ദ്രിയത്തെ കൊണ്ടും പരമപ്രീതി വരുത്താൻ സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുകയില്ല. എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ മാറി 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 അനുഭവിച്ചാലും ഒരു ഇന്ദ്രിയവും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഞാൻ പ്രീതനായിട്ടുണ്ട്. ഉണ്ടോ? ഏതെങ്കിലും ഒരു ഇന്ദ്രിയം നമ്മളെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടോ പരിപൂർണമായിട്ട്? ഇല്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ജീവസ്യ തത്വജിജ്ഞാസ ന അർത്ഥോ യശ്ചേഹ കർമ്മഭി. ഈ ജീവന്റെ തത്വത്തെക്കുറിച്ച് അറിയാൻ അതിനുള്ള ജിജ്ഞാസ ഉണ്ടായാൽ നമുക്ക് മനസ്സിലാവും. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. തത്വവിദഃ, ആ ജീവന്റെ തത്വത്തെ മനസ്സിലാക്കിയവര്, ആ മനസ്സിന്റെ പിന്നിലുള്ള തത്വം മനസ്സിലാക്കിയവര് പറയുന്നു അദ്വയം. അവിടെ ദ്വൈതമില്ല, രണ്ടില്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ചൈതന്യം ഒന്നാണ്. വ്യത്യാസം എവിടെ മാത്രമേ ഉള്ളൂ? മനസ്സിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ ശരീരത്തിന്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ട്, നിറത്തിൽ വ്യത്യാസമുണ്ട്. ഏതിൽ വ്യത്യാസമില്ല? ശ്വസിക്കുന്ന വായുവിൽ വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ശ്വാസത്തെ ഉള്ളിലേക്ക് എത്തിക്കുന്ന, ഈ മനസ്സിനെ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്ന ചൈതന്യത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ലെങ്കിൽ അടിസ്ഥാനപരമായി നമ്മളൊന്നും ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല.